ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇനി നമുക്ക് സ്വീറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാല് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഈ പാലെടുത്തതിൻ്റെ പകുതി ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വിശേഷ ദിവസങ്ങളിലെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു സ്വീറ്റാണ്. ഇതിന് നമുക്ക് മിൽക്ക് കേക്ക് എന്നും പറയാം. ഇപ്പോൾ പാല് തിളച്ച് പകുതിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിനെ പിരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് എടുക്കുന്നത്. ഈ നാരങ്ങ നീര് കുറേശ്ശെയായി വേണം ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇത് ഫുള്ളായി ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ പാല് വലിയ കട്ടായി പോവും. ഇതിൽ നിന്നും ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ പാലിനെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ബാക്കിയുള്ള നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി പിരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പാല് പിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഇത് നന്നായി പിരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പാല് മുഴുവനായി പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പാണ് പഞ്ചസാര നമുക്ക് വേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാരയിൽ നിന്നും പകുതി പഞ്ചസാര ഇപ്പോൾ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പഞ്ചസാരയുടെ വെള്ളം ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഗീ ആഡ് ചെയ്യുമ്പോൾ വളരെ നല്ല സ്മെല്ലും ഫ്ലേവറും ഉണ്ടാകും. നമ്മുടെ മിൽക്ക് കേക്ക് മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് ഗീ ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഈ മിക്സ്ചർ ആഡ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി 1-2 മണിക്കൂർ മാറ്റി വെക്കാം. 1-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മിൽക്ക് കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി നട്ട്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം.
ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.